സിനിമ കണ്ടു. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ലിറ്ററലി ഐ എം സ്പീച്ച്ലെസ് എന്ന് വേണമെങ്കിൽ പറയാം. 8 വസന്തലു എന്നാണ് സിനിമയുടെ പേര്. ഒരു തെലുങ്ക് പടം നെറ്റ്ഫ്ലിക്സിലാണ് സ്ട്രീം ചെയ്യുന്നത്. ഹിന്ദി തമിഴ് ഭാഷയിലൊക്കെ അവൈലബിൾ ആണ്. പോയറ്റിക് ജെം എന്നൊക്കെ പറയാം. സച്ച് ആ ബ്യൂട്ടിഫുൾ ഫിലിം. ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സിനിമ കണ്ടിട്ടില്ല. സോ പല റൊമാൻറ്റിക് ഫിലിംസ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഒരു യുണീക്ക് റെപ്രസെന്റേഷൻ ഒന്നും ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. അടിപൊളി പടം കേട്ടോ. ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ കിട്ടുന്ന ഫീല് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതാണ് ഞാൻ ലിറ്ററലി ഐ എം സ്പീച്ച്ലെസ് എന്ന് പറഞ്ഞത്. പോയറ്റിക് ജെം എന്ന് ഞാൻ പേഴ്സണലി വിളിക്കുന്ന ചില പടങ്ങളുണ്ട്. 96, സപ്തസാഗര ആച്ചെല്ലോ, സൈഡ് എ ബി, സൂപ്പർ ബോയ്സ് ഓഫ് മാലേഗാവ്, അതേപോലെ ദിയ പറഞ്ഞിട്ടുള്ള പടം. ആ ഒരു ലിസ്റ്റിലോട്ടുള്ള ഒരു പുതിയ എൻട്രിയാണ് 8 വസന്തലു, വിച്ച് മീൻസ് 8 ബ്യൂട്ടിഫുൾ ഇയേഴ്സ്. വൻ കിടു പടമാണ്. സോ ഈ സിനിമ ഞാൻ കാണാനുള്ള മെയിൻ കാരണം ഇതിന്റെ പോസ്റ്ററാണ്. അതിന്റെ പോസ്റ്റർ നെറ്റ്ഫ്ലിക്സിൽ കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ ഇലയൊക്കെ വീഴുമ്പോൾ രണ്ടുപേരും നടന്നു പോകുന്നത് എന്തുകൊണ്ട് അത് എനിക്ക് ഭയങ്കര ഒരു അറ്റൻഷൻ സീക്കിംഗ് പോസ്റ്ററായി തോന്നി. അപ്പൊ ഞാൻ വെച്ചത് കണ്ടു നോക്കാന്ന്. സോ ആദ്യം ടൈറ്റിൽ കാർഡൊക്കെ എഴുതി കാണിക്കുമ്പോൾ തന്നെ ഒരു മ്യൂസിക് വർക്ക് ഉണ്ട്. അത് നമ്മുടെ അറ്റൻഷൻ പിടിച്ച് പറ്റിയിരിക്കും. ഞാൻ വെച്ചു എന്തായാലും കാണണം. ആ ഒരു മ്യൂസിക് വർക്ക് എത്തിയപ്പോഴാണ് എനിക്ക് തോന്നിയത്. അതേപോലെ തന്നെ ഫ്ലാഷ് ബാക്ക് സീൻസ് ഇങ്ങനെ റീവൈൻഡ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഞാൻ വെച്ചു കണ്ടു നോക്കാന്ന്. പിന്നെ പോകെ പോകെ ഈ മ്യൂസിക് ഈ സിനിമ മാക്സിമം എലവേറ്റ് ചെയ്യാണ്. ഈ സിനിമയുടെ സോൾ, ലൈഫ്, ബാക്ക് ബോൺ എന്നൊക്കെ പറയാനുള്ള ഈ മ്യൂസിക് വർക്കാ. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഒരാളുടെ മുഖം മനസ്സിൽ വന്നു. പിന്നെ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കി ഇന്ന ആളാണ്. അങ്ങേര് തന്നെയാണ് ഹിസാം അബ്ദുൽ വഹാബ്, ആ മജീഷ്യൻ ഡൂയിങ് ആബ്സല്യൂട്ട് മാജിക് എന്ന് പറയാം. വൻ കിടുവാണ്. എന്നാ മ്യൂസിക് വർക്ക് എന്നറിയോ. അതിൽ തന്നെ ചിത്ര ചേച്ചിയുടെ ഒരു പാട്ടുണ്ട് ഈ സിനിമയിൽ. അടിപൊളിയായിരുന്നു. മ്യൂസിക് വർക്ക് ഗംഭീരം എന്ന് പറയാം. പല ഇമോഷണൽ സീൻസ് നമ്മളെ അത്രയും സങ്കടത്തിൽ കൊണ്ട് എത്തിക്കുന്ന ഈ മ്യൂസിക് വർക്ക് കാരണമാണ്. സോ ഇതിൽ കുറെ സീൻസ് ഉണ്ട്, ഇമോഷണൽ സീൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ ചില സീൻസ് കണ്ട ചിരിക്കും, ചില സീൻസ് കണ്ട കരയും. ഫീൽ ഗുഡ് മൊമെന്റ്സ് ഉണ്ട്, റൊമാൻസ് ഉണ്ട്, എല്ലാത്തിൻ്റെ പ്രോപ്പർ മിക്സാണ്. ആൻഡ് ഇതിൽ അഭിനയിച്ചവര് മറ്റേ ശുദ്ധി പറഞ്ഞ ക്യാരക്ടർ ഇതൊക്കെ വെച്ച് ഗിവ് ദാറ്റ് ലേഡി സം സോർട്ട് ഓഫ് അവാർഡ്. ആ കൊച്ചിന് കൊടുക്കാതെ വേറെ ആർക്കും കൊടുത്തിട്ട് കാര്യമില്ല. അത്രയും കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. ഓരോ പോർഷൻസിൽ ആ കൊച്ചിന്റെ എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ട്. എസ്പെഷ്യലി ഒരു മഴയത്ത് രണ്ടുപേരും തമ്മിലുള്ള കോൺവെർസേഷൻ ഒക്കെ ഉണ്ട്. വൻ കിടുവാണ്. അതേപോലെ തന്നെ ചില സീൻസ് ഉണ്ട്. അതായത് ഇതിലാ മറ്റേ ഒരു പയ്യനുണ്ട്. ആ പയ്യൻ വന്നിട്ട് അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങളുടെ ഈ ആഗ്രഹങ്ങളും അംബീഷനും ഒക്കെ എന്തിനാണ് എന്റെ തലയിൽ കെട്ടിവെക്കുന്നത്. അതിന് അവർ കൊടുക്കുന്ന പ്രോപ്പർ ആൻസർ ഒക്കെ വൻ കിടുവാണ്. സോ പല കൊല്ലം എക്സ്പീരിയൻസ് ഉള്ള ആക്ടേഴ്സ് ചെയ്തപ്പോൾ ഇത്രയും നന്നാവുന്നില്ല. അത്രയും കിടിലാണ്. ഇതിൽ അഭിനയിച്ച് ഈച്ച് ആൻഡ് എവരി വൺ അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഒക്കെ വേണമെങ്കിൽ ഒരു നദി ഒഴുകി പോണ പോലെ എന്ന് വേണമെങ്കിൽ പറയാം. സോ 2013 ഊട്ടിയാണ് ആദ്യം കാണിക്കുന്നത്. അവിടുന്നാണ് 8 ബ്യൂട്ടിഫുൾ ഇയേഴ്സ് പറയുന്ന സാധനം തുടങ്ങുന്നത്. സോ ഇതിൽ ബ്രേക്കപ്പ് ഉണ്ട്, റൊമാൻസ് ഉണ്ട്, ഇമോഷണൽ സീൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. സോ ഇതിൽ ശുദ്ധി പറഞ്ഞ ക്യാരക്ടർ ചെയ്ത കൊച്ചിന് 17 ഇയേഴ്സ് ഓൾഡ് ആയിട്ടാണ് ആ സമയത്ത് കാണിക്കുന്നത്. ആളൊരു റൈറ്റർ ആണ്. അതേപോലെ തന്നെ മാർഷൽ ആർട്സ് പഠിക്കുന്നുണ്ട്. സോ ആ കൊച്ചിന്റെ ലൈഫിൽ നടക്കുന്ന കുറെ ഇൻസിഡൻസും കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമ വളരെ വൃത്തിക്ക് കാണിച്ചിരിക്കുന്നത്. സോ ഒന്ന് പാളിക്കഴിഞ്ഞ ക്രിഞ്ച് ഫെസ്റ്റ് ആയി പോകേണ്ട പല സീൻസും ഇവർ കിട്ടിലനായിട്ട് തന്നെ പെർഫോം ചെയ്തിരിക്കുന്നു, പ്രസന്റ് ചെയ്തിരിക്കുന്നു. സിനിമാറ്റോഗ്രാഫി അറ്റ് ഇറ്റ്സ് ബെസ്റ്റ് എന്നൊക്കെ പറയാം. ചില വിഷ്വൽസ് ഒക്കെ സെർവിയൽ എക്സ്പീരിയൻസ് തന്നിട്ടുണ്ടായിരുന്നു. കിട്ടിലം വിഷ്വൽസ് ആയിരുന്നു. ചില കാശ്മീർ പോർഷൻസും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. സോ എന്തായാലും കണ്ടു നോക്കുക. ഞാൻ ഇത്രയും പൊക്കി അടിച്ചത് എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് തന്നതുകൊണ്ടാണ്. സോ ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടാവില്ല, ചിലവർക്ക് ഇഷ്ടം. സോ പോയറ്റിക് ഫിലിംസ് വിത്ത് ഫീമെയിൽ ലീഡ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എന്തായാലും കണ്ടു നോക്കാവുന്ന ഒരു പടമാണ്. മാക്സിമം തെലുങ്കിൽ കാണാൻ നോക്കുക. അല്ല തെലുങ്ക് പ്രശ്നമുള്ളവർ തമിഴിൽ കാണാം. പക്ഷെ തെലുങ്കിലാണ് കംപ്ലീറ്റ് ലൈഫ് കിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. ഹാറ്റ്സ് ഓഫ് ടു ഇറ്റ്സ് ഡയറക്ടർ എന്ന് എനിക്ക് പറയാനുള്ളൂ. എനിക്ക് ഇത്രയും ഇഷ്ടപ്പെട്ട ഈ അടുത്ത കാലത്തൊരു പടം ഞാൻ കണ്ടിട്ടില്ല. സോ ഈ ഇടയ്ക്ക് ഞാൻ കുറെ ചവർ ഇരുന്ന് കണ്ടു. ആ സമയത്ത് ഇതിരുന്ന് കണ്ടാൽ മതിയായിരുന്നു. പക്ഷെ തോന്നിയില്ല. എന്താണ് എവറിത്തിങ് ഹാപ്പൻസ് അറ്റ് ദ റൈറ്റ് ടൈം എന്നല്ലേ പറയും. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ കോയിൻസിനും 2 സൈഡ് ഉണ്ട്. ചിലർക്ക് ഇത് ഇഷ്ടപ്പെടില്ല, ചിലർക്ക് ഇത് ഇഷ്ടപ്പെടും. സോ ഇതിന് ചിലപ്പോൾ എന്തായാലും എനിക്ക് നല്ലോണം തെറി വെക്കേണ്ടി വരും. കാരണം ഞാൻ അത്രയും പൊക്കി അടിച്ചതാണ് ഈ പടത്തിന്. ബട്ട് ഐ ഡോണ്ട് കെയർ. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. സോ വേണ്ടവർ കണ്ടു നോക്കാം. നെറ്റ്ഫ്ലിക്സ്